എന്താണെങ്കിലും നീണ്ട തോൽവികൾക്ക് ശേഷം ബംഗളൂരു എഫ് സി ഇതാ ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ സ്വന്തമാക്കുന്നു. രണ്ടാമത്തെ മത്സരത്തിലും തുടർച്ചയായിട്ടുള്ള വിജയം, അത് നോർത്ത് ഈസ്റ്റിന്റെ ഹോമിൽ പോയിട്ട് 2-0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വിജയം സ്വന്തമാക്കുന്നു. അതിൽ ഇനിഷ്യലി ബംഗളൂരു എഫ് സി വളരെ മികച്ച ഫോമിലായിരുന്നു, പിന്നീട് കാര്യങ്ങളൊന്ന് താഴേക്ക് പോയിരുന്നു. എന്താണെങ്കിലും ഇപ്പം പ്ലേ ഓഫ് സാധ്യത വളരെ സജീവമായിട്ട് നിലനിർത്താൻ ഈ ഒരു വിജയം സാധിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ നോർത്ത് ഈസ്റ്റിനും ഈ പറഞ്ഞ ഒരു വിജയം സ്വന്തമാക്കിയിരുന്നെങ്കിൽ പ്ലേ ഓഫിലേക്ക് ഏതാണ്ട് അടുത്തു എന്ന് തന്നെ പറയാമായിരുന്നു. എന്താണെങ്കിലും ഇനിയുള്ള മത്സരങ്ങളിലെ റിസൾട്ട് നോക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ അറിയാമല്ലോ, കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഷില്ലോങ്ങിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കളിച്ചത്, ഹോം മാച്ചസ്. പക്ഷേ ഷില്ലോങ്ങിലെ 2 മത്സരങ്ങളും വിജയിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. എവേ ടീം വന്നിട്ട് ഒരു സക്സസ് കണ്ടെത്തുന്നു എന്നുള്ളത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബംഗളൂരു എഫ് സിക്ക് ലീഡിലെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഗോൾ വരുന്നത് 3 താരങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പം എഡ്ഗർ ലെഫ്റ്റിലൂടെ ഒരു റൺ നടത്തിയൊരു ബോൾ നൊഗ്വേറയിലേക്ക് എത്തുന്നു. നൊഗ്വേറ കൃത്യമായിട്ട് റയാൻ വില്യംസിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഗോള്. കളിയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ആ ഒരു ലീഡ് കിട്ടിയത് ബംഗളൂരു എഫ് സിക്ക് തീർച്ചയായിട്ടും വളരെ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു മത്സരത്തെ പറ്റി നോക്കുകയാണെന്നെങ്കിൽ നോർത്ത് ഈസ്റ്റ് തന്നെയാണ് കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതോ, അല്ലെങ്കിൽ മത്സരത്തിൽ ഒരുപാട് ക്രോസസ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നൊരു സമയത്ത് എത്രമാത്രം ക്രോസുകളും എത്രമാത്രം ചാൻസസുമാണ്. പക്ഷേ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അലാദീൻ അജാരയുടെ ഒരു ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ISL നിലവിലെ ടോപ്പ് സ്കോററാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ചാൻസസ് പോലും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അതിൽ കുറച്ചൊരു അൺലക്ക് ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നോട്ട് വലിച്ചു. അപ്പം അങ്ങനെ ഈ ഒരു മത്സരത്തിൽ അവസാനം വരെ ഒരു ഗോള് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടൊരു മൊമെൻ്റ് കഴിഞ്ഞപ്പം കുറച്ച് ഹൈലൈനായിട്ട് തന്നെ ഒരു ഗോളിലേക്കുള്ളൊരു ശ്രമങ്ങൾ ബാക്ക് ടു ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പം ജിതിനമ്മസും അങ്ങനെ പല താരങ്ങളും ചേഞ്ച് ആയിട്ടൊക്കെ വന്നിട്ട് നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ, ഒരു ഫൈനൽ തേർഡിലേക്ക് വരുത്തുമ്പോഴത്തേക്ക് അതൊരു ഗോളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ ഇപ്പം ഗുല്ലമോ അവൈലബിൾ അല്ലായിരുന്നു, ബമ്മാമർ അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും 80 മിനിറ്റുകൾ കഴിഞ്ഞിട്ടാണ് ബംഗളൂരു എഫ് സി ഈ ഒരു മത്സരം സീൽ ചെയ്യുന്ന തരത്തിൽ ആ ഒരു ഗോള് വരുന്നത്. അത് നൊഗ്വേറയാണ്. ഈ ഒരു ഗോളിലും തീർച്ചയായിട്ടും 3 താരങ്ങളുടെ പേര് പറയാം. റയാൻ വില്യംസും അതുപോലെ എഡ്ഗറും നൊഗ്വേറയുടെ പേര്. എഡ്ഗറിൻ്റെ ഭാഗത്തു നിന്ന് ലെഫ്റ്റിൽ നിന്ന് തന്നെയാണ് ആ റണ്ണ് ഉണ്ടാകുന്നത്. ശേഷം അവിടെ റയാൻ വില്യംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബോക്സിൽ. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ ഗുർമീതിൻ്റെ ഒരു ഔട്ടിങ്, പക്ഷേ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഒരു മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നൊഗ്വേറ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് 2-0 എന്ന് പറയുന്ന ലെവലിലേക്ക് ബംഗളൂരു എഫ് സി എത്തിക്കുന്നത്. ഈ ഒരു മത്സരം ബംഗളൂരു എഫ് സി വിജയിച്ചെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു പരാജയം തീർച്ചയായിട്ടും പ്ലേ ഓഫിൻ്റെ ഒരു പ്രതീക്ഷകൾ കൊടുക്കുന്നുണ്ട് ഒഡീഷ എഫ് സിക്കും മുംബൈ സിറ്റി എഫ് സിക്കും. കാരണം ഒഡീഷ എഫ് സി നിലവിൽ പോയിന്റ് ടേബിൾ 7ാമതാണെങ്കിലും 21 മത്സരം, അതായത് നോർത്ത് ഈസ്റ്റിനേക്കാൾ ഒരു മത്സരം കുറച്ച് കളിച്ചിട്ട് 29 പോയിന്റാണുള്ളത്. അപ്പം അടുത്ത മത്സരത്തിൽ ഒരു വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഇതുപോലെ തന്നെ 32 പോയിന്റ് ആകും. എന്നാൽ മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മത്സരം കുറച്ച് കളിക്കുകയും എന്നാൽ 32 പോയിന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പം അത് മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റിനെ മറികടക്കാനൊക്കെ ഒരു വലിയ ആനുകൂല്യമാണ്. എന്താണെങ്കിലും BFC പറഞ്ഞതുപോലെ പ്ലേ ഓഫ് സാധ്യത ഏതാണ്ട് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമ്പോസ് ചെയ്യാൻ. സനിയ.